Hello all. ഇന്ന് നമ്മൾ സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ വേപ്പർ സ്റ്റേറ്റ് അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്ന ടൈപ്പ് 2 പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിന് കുറേ പേര് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫൈൻഡ് ദ തിയററ്റിക്കൽ COP ഫോർ എ CO2 മെഷീൻ വർക്കിംഗ് ബിറ്റ്വീൻ ദി ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് 25 and -5. ദി dryness fraction of CO2 gas during the suction stroke is 0.6. ഇത്രേ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളല്ലേ. അപ്പോൾ കുറേ പേരുടെ സംശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾക്ക് ഏത് ടൈപ്പ് 5 ടൈപ്പിനകത്ത് ഏത് ടൈപ്പാണെന്നുള്ളതിനെക്കുറിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതിനൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഏത് 5 ടൈപ്പിനകത്തെ ഏത് ടൈപ്പായാലും ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പാണ്, കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണ്? കംപ്രഷൻ സ്ട്രോക്ക് ഇസ് ഓൾവേസ് ഐസെൻട്രോപ്പിക്. അപ്പോൾ S1 എന്ന് പറയുന്നത് S2ന് ഈക്വൽ ആണെന്ന് അറിയാം. ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ S1 ഇതിനകത്ത് തന്നിട്ടുണ്ട്, സോ X1 തന്നിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റിൻ്റെ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. അത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വെറ്റ് സ്റ്റേറ്റ് ആണ് അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ എന്ന് മനസ്സിലാക്കാം. 1 ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ഇറ്റ് ഈസ് ഓൺ ദി സാച്ചുറേറ്റഡ്, ഡ്രൈ സാച്ചുറേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. സോ ദിസ് വേ യു വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ഇഫ് ഇറ്റ് ഈസ് ഡ്രൈ ഓർ വെറ്റ്. ഓക്കെ, അതാണ് ഒരു മെത്തേഡ്. സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ COP കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പ് അതാണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്തതിന് ശേഷമേ ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഗ്രാഫ് പോലും നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ കൺവീനിയൻസിന് വേണ്ടി ഗ്രാഫ് വരച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾക്ക് ഇപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. സോ വാട്ട് ഡിഡ് വി സേ? സോ ദി സൊല്യൂഷൻ വുഡ് ബി, വി നോ ദാറ്റ് S1 is equal to S2 since compression is always isentropic. ഓക്കെ, യെസ്. എന്താണ് S1-ഉം S2-ൻ്റെയും ഫോർമുല എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് S1-ഉം S2-ഉം വെറ്റാണോ ഡ്രൈ ആണോ എന്നറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടിനും നമ്മളുടെ ജനറൽ ഫോർമുലയാണ് അപ്ലൈ ചെയ്യാൻ പോണേ. S1 is equal to SF1 plus X1 SFG1 and S2 is equal to SF2 plus X2 times SFG2. ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. SF1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റേറ്റ് 1-ന് കറസ്പോണ്ടിങ്, ഇതാണ് സ്റ്റേറ്റ് 1. സ്റ്റേറ്റ് 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ എൻട്രോപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് റോ എടുക്കണം എന്ന് ആദ്യം നോക്കാം. -5 degree Celsius എന്ന ടെമ്പറേച്ചർ ലൈനിലാണ് 1 എന്ന പോയിന്റ് എടുക്കുന്നത്. സോ യു വിൽ ഹാവ് ടു റെഫർ ടു ദിസ് റോ, ദ സെക്കൻഡ് റോ, ദ ലോവർ ടെമ്പറേച്ചർ റോ. ആൻഡ് ദെൻ വാട്ട് യു ഹാവ് ടു സീ ഇസ് എന്തായിരിക്കും SF1 എന്ന് നോക്കണം അല്ലേ. സോ ഇതിനകത്ത് എൻട്രോപ്പി ടേബിൾസ് ഏതൊക്കെയാണ്? ഇതും ഇതും. ഓക്കെ, സോ ഇതാണ് എൻട്രോപ്പി ടേബിൾസ്. ഇനി കോളംസ് ഇതിനകത്ത് ലിക്വിഡ് ആണ് അല്ലേ. SF എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആണ്. അപ്പോൾ ദിസ് വൺ. ഓക്കെ, സോ ദ ടേബിൾ ഈ വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. സോ SF1 വുഡ് ബി 0.2862. വാട്ട് അബൌട്ട് X1? X1 ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് 0.6 എന്ന്. ഓക്കെ, സക്ഷൻ സ്ട്രോക്കിൻ്റെ ടൈമിലുള്ള dryness fraction എന്ന് പറയുമ്പോൾ that would be this dryness fraction of state 1. so that is X1. SFG1 എന്ന് പറഞ്ഞാൽ this is going to be equal to SFG എന്ന് പറയുമ്പോൾ നേരിട്ട് നമുക്ക് ടേബിളിൽ ചിലപ്പോൾ തരും. ആക്ച്വലി നിങ്ങളുടെ ഡേറ്റാ ബുക്കിൽ ഉണ്ടായിരിക്കും. സംടൈംസ് ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് കണ്ടുപിടിക്കാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ SG മൈനസ് SF അത്രേ ചെയ്യണ്ടൂ. ആ 1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ സ്റ്റേറ്റിലുള്ള എൻട്രോപ്പി മൈനസ് ഫ്ലൂയിഡ് സ്റ്റേറ്റിലുള്ള എൻട്രോപ്പി, അത്രേ നമ്മൾക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ദിസ് വുഡ് ബി SG. എന്താണ് SG? ഇതാണ് SG അല്ലേ. -5 degree Celsiusന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പി ഓഫ് ദി ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1.2146 ആൻഡ് SF1 ഓൾറെഡി നമുക്കറിയാം 0.2862. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ക്യാൻ കംപ്ലീറ്റ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സോ ഇക്വേഷൻ 1 ബിക്കംസ് S1 is equal to 0.2862 plus 0.6 times 1.2146 minus 0.2862. യെസ്. ഇനി എന്താണ് ഈ S2 എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ S2-നകത്ത് നമുക്ക് എന്തൊക്കെ വേണം? നമുക്കൊരു വേറെ കളറിൽ ചെയ്യാൻ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ. സോ S2 നമ്മൾ ബ്ലൂ കളറിൽ ചെയ്യാൻ പോവാണേ. യെസ്. സോ S2-നകത്ത് SF2 വേണം, SF2 വേണം, പിന്നെ
SFG2 വേണം, X2 വേണം. സോ നമുക്ക് അറിയാവുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. SF2നെ കുറിച്ച് അറിയോ? SF2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 2 അല്ലേ പറഞ്ഞത്? 2 എന്ന് പറയുന്നത് എവിടെയാ? ഏത് ടെമ്പറേച്ചർ ലൈനിലാണ് കിടക്കുന്നത്? 25ൻ്റെ അല്ലേ? അപ്പോൾ ഈ റോ ആയിരിക്കും നോക്കേണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പി ഓഫ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും വാല്യൂ. സോ ദിസ് വുഡ് ബി 0.5978. X2 അറിയോ? ഇല്ല. അതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. SFG2 എന്തായിരിക്കും? SG2 മൈനസ് SF2 ആയിരിക്കും. എന്താണ് SG2 എന്ന് പറയുന്നത്? ദാറ്റ് വുഡ് ബി ദ സ്റ്റേറ്റ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പി ഓഫ് വേപ്പർ മൈനസ് ഇതല്ല മൈനസ്, ഇത് രണ്ടും മൈനസ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് വുഡ് ബി 0.9918 മൈനസ് 0.5978. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ദിസ് വുഡ് ബിക്കം 0.5978 plus x2 times 0.9918 minus 0.5978. Okay, so this would be equation number 2. Okay, yes. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു ഇക്വേഷൻ നമ്പർ A ഉണ്ട്. What is it? S1 is equal to S2. So substitute 1 and 2 in A. അതെന്തായിരിക്കും വരിക? അപ്പോൾ S1 is equal to S2നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.2862 plus 0.6 times 1.2146 minus 0.2862. ഇതൊക്കെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. 0.5978 plus x2 times 0.9918 minus 0.5978. ഓക്കെ, യെസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അൺനോൺ ആയിട്ട് ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. വാട്ട് ഇസ് ഇറ്റ്? x2. അങ്ങനെ ചെയ്യുമ്പോൾ യു ഗെറ്റ് യുവർ x2 is equal to 0.622 എന്ന് കിട്ടും. 0.622. ഓക്കെ, അതായത് സ്റ്റേറ്റ് 2ന് ഒരു ഡ്രൈനസ് ഫ്രാക്ഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഡ്രൈനസ് ഫ്രാക്ഷൻ 0.622. ഓക്കെ, എന്താ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? 0.622 എന്ന് വെച്ചാൽ എന്തായിരിക്കും? വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇറ്റ് മീൻസ് അത് വെറ്റ് ആണോ ഡ്രൈ ആണോ? ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ വേപ്പർ, ദിസ് ഇംപ്ലൈസ് at the end of compression, the state of refrigerant is wet. Okay, അപ്പോൾ വെറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾക്കിനി പറയാം, ഈ നമ്മൾ വരച്ച ഫിഗർ കറക്റ്റ് ആണ്, വെറ്റിന് കറസ്പോണ്ടിങ് ആയ ഫിഗർ ആണ് നമ്മൾ വരച്ചിരിക്കുന്നതെന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ച സ്ഥിതിക്ക് വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? ടു ഫൈൻഡ് എന്തായിരുന്നു? ടു ഫൈൻഡ് COP. COPനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഇത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അറ്റ്ലീസ്റ്റ് COP എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ പ്രോബ്ലത്തിലും റിപ്പീറ്റ് ചെയ്യണം. ദയവ് ചെയ്ത് COP എന്താണെന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, so it is always output by input and the output is the refrigerating effect. അതിന് വേണ്ടിയല്ല നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. refrigerating effect and the input is work done on compressor. ഓക്കെ, കംപ്രസറിലോട്ട് കൊടുക്കുന്ന വർക്ക്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾക്കറിയാം റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ഏത് പ്രോസസ്സാണ്? 4-1-ഉം കംപ്രഷൻ എന്ന് പറയുന്നത് 1-2-ഉം. So this becomes H1 minus H4 over H2 minus H1. Okay. ഇനി നമ്മളുടെ ടാസ്ക് എന്ന് വെച്ചാൽ H1, H4 ആൻഡ് ഇത് കണ്ടുപിടിക്കണം അല്ലേ? H1 കണ്ടുപിടിക്കണം, H4 കണ്ടുപിടിക്കണം, H2 കണ്ടുപിടിക്കണം. Okay. So let's start that ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. Let's see what is H1. H1 എന്താ? H1നെ കുറിച്ച് നമുക്കറിയാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഫിഗർ നോക്കിക്കോ. അതൊരു വെറ്റ് പോയിന്റാണ് അല്ലേ? വെറ്റ് പോയിന്റ് ആകുമ്പോൾ അഗെയിൻ HF1 പ്ലസ് x1 ടൈംസ് HFG1 ആയിരിക്കും ഫോർമുല. ഓക്കെ, അടുത്തത് H. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? നിങ്ങൾ തന്നെ ടേബിൾ നോക്കി കണ്ടുപിടിക്കാൻ എന്തായിരിക്കും HF1 എന്ന് പറയുന്നത്. നോക്കൂ, HF1 എന്താണ്? HF1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി മാച്ച് ചെയ്യാം. ഞാൻ ഗ്രീൻ കളറിൽ കാണിക്കാം എങ്ങനെ മാച്ച് ചെയ്യാമെന്ന്. എൻതാൽപ്പി എവിടെയൊക്കെയാണ് ഉള്ളത്? ഇവിടെയുണ്ട് എൻതാൽപ്പി, ഇവിടെയുണ്ട്. ഓക്കെ, സോ
അതിനകത്ത് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ 1 എന്ന് പറയുന്നത് -5-ന് കറസ്പോണ്ടിങ്. ഈ മൂന്നും കൂടെ മാച്ചായി വരുന്നത് ഈ ഒരു വാല്യൂ 72.57 എന്ന് പറയുന്ന വാല്യൂ അല്ലേ. പിന്നെ വരുന്നത് എഫ് ജി വേണമെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് എച്ച് എഫിൻ്റെ കോളമാണ്, ഇത് എസ് എഫിൻ്റെ കോളമാണ്, ഇത് എച്ച് ജിയുടെ കോളമാണ്, ഇത് എസ് ജിയുടെ കോളമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ബിക്കോസ് ലിക്വിഡിനെയാണ് നമ്മൾ എഫ് എന്ന് പറയുന്നത്, വേപ്പറിനെയാണ് നമ്മൾ ജി എന്ന് പറയുന്നത്. എൻട്രോപ്പീനെയാണ് നമ്മൾ എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എൻതാൽപ്പീനെയാണ് നമ്മൾ എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ദിസ് വുഡ് ബിക്കം, ഈ രണ്ട് വാല്യൂസ് ആണ് നമുക്കിപ്പോൾ ആവശ്യം, 72.57-ഉം 321.33-ഉം. 72.57 plus 0.6 times 322.33 minus 72.57. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി ഈ എച്ച് എഫ് ജി എന്ന് പറയുന്നതുണ്ടല്ലോ, ദിസ് ഈസ് വാട്ട് യു മീൻ ബൈ ലേറ്റൻറ്റ് ഹീറ്റ്. നേരിട്ട് നിങ്ങൾ ആ ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ കോളത്തിലത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ദിസ് യു ഗെറ്റ് ബൈ എച്ച് ജി മൈനസ് എച്ച് എഫ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അറിയാം. സോ ദിസ് ഈസ് യുവർ ഇക്വേഷൻ 1. ഓക്കെ, വാട്ട് അബൌട്ട് H4? H4നെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? H4നെ കുറിച്ച് പറയുകയാണെങ്കിൽ H4 എന്ന് പറയുന്നത് വുഡ് ബി ഈക്വൽ ടു H3. എന്താ? ഐസെൻതാൽപിക് ആയിട്ടുള്ള ഐസെൻതാൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സാണിത്. ഓക്കെ, ഐസെൻതാൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. സോ ഐസെൻതാൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സിൽ H4 is equal to H3 എന്ന് മനസ്സിലായി. H3 എന്താ? തേർഡ് പോയിന്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കൂ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാ? ലിക്വിഡ് ലൈൻ. ഞാനിവിടെ ബ്ലൂവും ഓറഞ്ചും ആയി കാണിച്ചിരിക്കുന്നത്. ബ്ലൂ ലൈൻസ് റെപ്രസെൻറ്റ്സ് ദ ലിക്വിഡ് ലൈൻ. ഓക്കെ, ദിസ് ഈസ് ലിക്വിഡ് ലൈൻ ആൻഡ് ദിസ് ഈസ് ഓൾസോ ലിക്വിഡ് ലൈൻ or fluid line, and this represents the vapor or the gaseous line. ഓക്കെ, യെസ്. അപ്പോൾ 3 എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുന്നത് എവിടെയാണ്? ലിക്വിഡ് ലൈനുമേലാണ്, ഹയർ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആണ്. സോ അതിൻ്റെ എച്ച് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഈ റോയിൽ കറസ്പോണ്ടിങ് എൻതാൽപ്പി 164.77. സോ ദിസ് വുഡ് ബി ഈക്വൽ ടു HF3. ഓക്കെ, എൻതാൽപ്പി fluid at higher temperature. And what is that? That is equal to 164.77. And therefore H4ഉം ഇത് തന്നെയായിരിക്കും. H4 കിട്ടി അല്ലേ? നമുക്ക് H1 ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ what you get is 221.83 കിലോജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. H1 കിട്ടി. പിന്നെ നമ്മൾക്ക് H4 കിട്ടി. ഇനി എന്താ പെൻഡിങ്? H2 എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? നേരത്തെ ക്വസ്റ്റ്യൻ പോലെ അല്ല. H2 എന്ന് പറയുന്നത് എന്താണ്? വെറ്റാന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. സോ ദിസ് വുഡ് ബി HF2 പ്ലസ് X2 ടൈംസ് HFG2. ദാറ്റ് വുഡ് ബി HF2 പ്ലസ് X2 ടൈംസ് HG2 മൈനസ് HF2. ഓക്കെ, ഇവിടെ നേരിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേറ്റൻറ്റ് ഹീറ്റും പ്ലഗ് ഇൻ ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ലേറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ, സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ. ആ ഹയർ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പീസ് വേണം നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ. സോ ദാറ്റ് ബിക്കംസ് ഏതൊക്കെയായിരിക്കും? ഹയർ ടെമ്പറേച്ചറിലത്തെ എൻതാൽപ്പീസ് എന്ന് പറയുമ്പോൾ 282-ഉം 164-ഉം. ഓക്കെ, yes, so 282-ഉം 164-ഉം. So this would be 164.77 plus X2 എന്താ നമ്മൾ കണ്ടുപിടിച്ച 0.622 ടൈംസ് എന്തായിരിക്കും? നേരിട്ട് ലേറ്റൻറ്റ് ഹീറ്റ് എടുക്കാം. നമ്മൾക്ക് 177.46 എടുക്കാം. നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താലും സെയിം ആയിരിക്കും കിട്ടാം. And then you get the answer to be 237.83 kilojoule per kilogram. So you get your H2 is equal to 237.83 kilojoule per kilogram. Okay, നമ്മൾക്ക് H2 കിട്ടി, H4 കിട്ടി, H1 കിട്ടി, and you already know the equation for COP. COP-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ 3 വാല്യൂസും. So you get your COP to be എന്തായിരിക്കും? 221.83 minus 164.77
whole divided by 237.83 minus 221.83, and you get your COP to be 3.57, and that is the answer. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് തരുന്ന ടെമ്പറേച്ചർ സ്കെയില് ഡിഫറെൻ്റ് ആയിരിക്കും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിൽ തരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ ഞാൻ തരാം. അത് വെച്ചിട്ട് നിങ്ങൾ ഈ അസൈൻമെൻറ്റ് പ്രോബ്ലം ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്, താങ്ക് യു.